ജമ്മു കാശ്മീരിൽ വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നു. നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 7 മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാകേഷ് ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. വലിയ സ്ഫോടനമാണ് നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതും സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? അശ്വതി, ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് സ്ഫോടനമുണ്ടായത്. ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ഈ സ്ഫോടനം നടക്കുന്നത്. കാരണം നൌഗാം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മതിലുകളിൽ പതിച്ച പോസ്റ്ററുകൾ, പരിസര പ്രദേശങ്ങളിൽ പതിച്ച പോസ്റ്ററുകൾ, ആ പോസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് കൊണ്ട് നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘത്തെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. കാരണം 19-ാം തീയതിയാണ് ജയ്ഷെ അനുകൂല പോസ്റ്ററുകൾ നൌഗാം പോലീസ് സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നടത്തിയ അന്വേഷണമാണ് പിന്നീട് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഏതാണ്ട് 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് അന്ന് പിടികൂടിയത്. ഏതാണ്ട് 350 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും അതിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ പിന്നീട് ജമ്മു കാശ്മീരിലേക്ക് നൌഗാം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. കാരണം ആ കേസ് എടുത്തത് ആദ്യം നൌഗാം പോലീസ് ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്നലെ ആ പരിശോധന നടക്കുകയായിരുന്നു. കാരണം 2 പേരെ ജമ്മു കാശ്മീർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ചോദ്യം ചെയ്തു വരികയാണ്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു പരിശോധന ജമ്മു കാശ്മീർ പോലീസ് ഈ സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ച് നടത്തിയത്. പോലീസിന് പുറമെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, തഹസിൽദാർ ഉണ്ടായിരുന്നു, മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സമയത്ത് പരിശോധന നടക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത്. ഏതായാലും വലിയ സ്ഫോടനമാണ് നടന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ ഭീകരത വ്യക്തമാകും. ഇത് കൂടാതെ സ്റ്റേഷൻ ആകെ കത്തിച്ചാമ്പലാകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ കത്തിനശിച്ചു. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരമനുസരിച്ച് 7 പേരാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്.